മുതലാളിത്ത രാജ്യത്തെക്കുറിച്ചും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ തലവനാണ്. ഈ മുഖ്യമന്ത്രി മാത്രമല്ല, ഇതിനു മുൻപ് പലരും വന്നിട്ടുണ്ട് ട്രീറ്റ്മെന്റ്. കമ്മ്യൂണിസം പോയി അറബിക്കടലിൽ മരിച്ചു കിടക്കുകയാണ്. ജോസഫേട്ടന്റെ കാലത്തുള്ള കുടിൽ ഉള്ള സ്കൂളുകള് അത് കഴിഞ്ഞിട്ട് 2014 ഈ ഇപ്പോഴെ കാണുന്ന സ്കൂളുകളൊക്കെ ഉണ്ടായെന്നാണ് ജോസഫേട്ടൻ പറഞ്ഞു വരുന്നത്. കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു ട്രീറ്റ്മെന്റിനാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രയും കഴുതകളായ മൊണ്ണകളായുള്ള ഈ അണികള്. നമസ്കാരം, വോക്കി ടോക്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള ഗസ്റ്റ് ജോസഫ് ജോൺ, IAPC ഡയറക്ടർ ഓഫ് ബോർഡ് അംഗം, മലയാളം മിഷൻ കോർഡിനേറ്റർ കൂടിയാണ് ഇദ്ദേഹം. തൃശൂർ ജേക്കബ്, IAPC നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ആൻഡ് ഫ്ലാഷ് മീഡിയയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയാണ് ഇദ്ദേഹം. കേരളത്തിലെ ആരോഗ്യ രംഗത്ത് സംഭവ വികാസങ്ങൾക്കിടയിലും നമ്മുടെ മുഖ്യമന്ത്രി വീണ്ടും ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് ജിൻസിന്റെ അഭിപ്രായം? അദ്ദേഹം വന്നത് ശരിയാണോ? അദ്ദേഹത്തിന് വരാമോ? ചികിത്സ തേടാമോ? നാട്ടിലെ ജനങ്ങളുടെ ചികിത്സ മുടങ്ങിക്കിടക്കുകയാണ്. എന്താണ് ജിൻസിന്റെ അഭിപ്രായം? നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചികിത്സയെക്കുറിച്ച് ഇപ്പൊ 2 ദിവസമായി അദ്ദേഹം ഇവിടെ എത്തിയിട്ട് പലതവണ അമേരിക്കയിൽ വന്നു. പക്ഷേ ഇതിനകത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, പല മുഖ്യമന്ത്രിമാരും ഇവിടെ വന്നിട്ടുണ്ട്, ചികിത്സയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ആ വന്നതിലൊന്നും ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും ഈ അമേരിക്കൻ ചികിത്സയ്ക്കായിട്ട് വന്നതിൽ വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് എല്ലാ ആൾക്കാരും പറയുന്നത്. കാരണം ചികിത്സയ്ക്ക് ആയതുകൊണ്ട് നമ്മളതിനെ കുറ്റം പറയുന്നില്ല എന്നുള്ളൊരു നിലപാടാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ പാർട്ടിയും മുഖ്യമന്ത്രി റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിയും ആ പാർട്ടിയുടെ ഭാരവാഹികളും എല്ലാം അമേരിക്കയെക്കുറിച്ചും ഈ മുതലാളിത്ത രാജ്യത്തെക്കുറിച്ചും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ തലവനാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗത്ത്, പൊതുജനാരോഗ്യ രംഗത്തല്ല, കേരളത്തിലെ ആരോഗ്യരംഗത്ത് അപ്പോൾ എനിക്ക് തോന്നുന്നു 70% ആരോഗ്യരംഗം കൈകാര്യം ചെയ്യുന്നത് പ്രൈവറ്റ് മേഖലയാണ്. ആ പ്രൈവറ്റ് മേഖലയുടെ ഗുണത്തിലാണ് കേരളത്തിലെ ഈ നമ്പർ 1 ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. ആ ആരോഗ്യ മേഖലയിൽ നമ്മളറിയാം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച്, പര്യാപ്തതകളെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള ഒരു നമ്പർ 1 ആരോഗ്യരംഗം എന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടി പഠിച്ചു വിടുന്ന ഈ മന്ത്രിസഭയുടെ തലവൻ ഈ അമേരിക്കയിൽ വന്ന് ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിൽ പലവിധ പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് അത് അത്ര ഭംഗിയുള്ള ഒരു കാര്യമല്ല, അത് ശരിയായ നടപടിയുമല്ല. ഇന്ത്യയിൽ ഇവിടെ കിട്ടുന്ന മയോ ക്ലിനിക്കിലോ അല്ലെങ്കിൽ അമേരിക്കയിൽ കിട്ടുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അവൈലബിൾ ആണ്. അതിന്റെ ക്വാളിറ്റിയിലൊന്നും ഒരു കുറവുമില്ല. നമുക്ക് അമേരിക്കയിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം. നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്ന അല്ലെ ഇവിടെ ഫെഡറൽ ഗവൺമെന്റിലെ സ്റ്റേറ്റിന്റെ ഗവൺമെന്റ് ഇൻഷുറൻസ് ഉള്ള ആൾക്കാർക്ക് പോലും ഈ മയോ ക്ലിനിക്കിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് നടത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയാം. കാരണം അത്ര റെഫറലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര വലിയ ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിലും അതുപോലെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ചെലവ് വരുന്നതാണ്. കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു ട്രീറ്റ്മെന്റിനാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ വന്നിരിക്കുന്നത്. അത് ഒരു ശരിയായ നടപടിയല്ല. ഇത്രയും കഴുതകളായ മൊണ്ണകളായുള്ള ഈ അണികള്, ഈ പാർട്ടിയുടെ അണികള്, ഇവര് പറഞ്ഞത് വിശ്വസിച്ചിട്ട് ഈ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് പാവങ്ങൾക്ക് ഒരു പെൻഷൻ കാശ് 1000, 1500, 2000 രൂപ പെൻഷൻ കാശിന് വേണ്ടി ആശാവർക്കർമാർക്ക് 250 രൂപ ഡെയിലി വേജസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പട്ടിണി കിടന്ന് സമരം നടത്തുന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ഇത്ര കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഈ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വന്നു എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് യാതൊരുവിധ ന്യായീകരണം പറയാൻ പറ്റില്ല. ഇത്ര വിവരമില്ലാത്ത അണികൾ ഇവരെ പറഞ്ഞ് പാവങ്ങളെ പറഞ്ഞ് പറ്റിച്ച് ഇവരൊക്കെ എത്ര സുഖിമാന്മാരായിട്ടാണ് നിൽക്കുന്നത്. ഇവർ പറയുന്ന ഈ മുതലാളിത്ത വ്യവസ്ഥ, ആരാ മുതലാളി? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഇവരൊക്കെ മുഖ്യമന്ത്രി, ഒരു പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ഒക്കെ എത്ര സുഖ സൗകര്യത്തിലാണ് ജീവിക്കുന്നത്. ഒരു സാധാരണ മുതലാളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ 2 സെർവന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറെ സ്ഥലം ഉണ്ടായിരിക്കും. ഇവരൊക്കെ ഓരോ ലോക്കൽ സെക്രട്ടറി, ഒരു മന്ത്രിയുടെ സുഖസൗകര്യം 10 സെർവന്റുമാരുണ്ടാവും അവരുടെ വീട്ടിൽ. സാധനം മേടിക്കാൻ പോകാൻ ഒരാൾ, കുക്ക് ചെയ്യാൻ സർക്കാർ ശമ്പളത്തില്, പാവങ്ങളുടെ പണത്തില് ഇതുപോലെ മുതലാളിത്ത വ്യവസ്ഥയിൽ ജീവിച്ചു വരുന്ന ഇവരാണ് അമേരിക്കയെ കുറ്റം പറയുന്നത്. അതാണ് ഇതിനൊത്ത് യോജിക്കാത്ത ഒരു കാര്യം. അമേരിക്കനെ കുറ്റം പറഞ്ഞിട്ട്, അമേരിക്കയിലെ ഈ മുതലാളിത്ത വ്യവസ്ഥയെ കുറ്റം പറഞ്ഞിട്ട് ഈ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഇവരെത്ര സുഖിമാന്മാരായിട്ടാണ് ജീവിക്കുന്നത് എന്ന് ഈ അണികൾ മനസ്സിലാക്കണ്ടേ. അവര് സ്വാശ്രയ കോളേജിനെതിരെ എല്ലാ വിഷയത്തിനെതിരെയും ഇവർ പറയും. പക്ഷെ ഇവരുടെ കുടുംബങ്ങളും
വളരെ സുഖ സൗകര്യത്തോടു കൂടി ഏറ്റവും വലിയ എത്ര മുതലാളിമാർ ജീവിക്കുന്നു അതിനേക്കാളും വലിയ സൗകര്യത്തോടു കൂടി ജീവിക്കുന്ന നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ പറ്റിയല്ല. ഇവരുടെ ഈ കാരണം കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ, പക്ഷെ മുഖ്യമന്ത്രി കൂടെ വന്നേക്കണ സർക്കാർ ലെവലിൽ പോന്നേക്കണ കുറെ ആൾക്കാരുണ്ടാവും. അതൊന്നും പബ്ലിക്കായിട്ട് പുറത്തേക്ക് വിട്ടിട്ടില്ല. എത്ര പേര്, വളരെ രഹസ്യമായിട്ടുള്ള യാത്രയാണല്ലോ. അപ്പൊ ഈ വരുന്ന ആൾക്കാരുടെ എല്ലാം കോടിക്കണക്കിന് ട്രീറ്റ്മെന്റ്, ഇത് ആരുടെ പൈസയാണ്? അത് നമ്മളെ പോലെ ഒരു രാജ്യത്ത് ആൾക്കാർ പട്ടിണി കിടക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഈ രീതിയിൽ ചെലവാക്കാൻ ഇവര് സർക്കാരിന്റെ ബെനിഫിറ്റ് കൊടുത്തിട്ടുള്ള മുതലാളിമാരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഫേവർ സ്വീകരിച്ച് ബിസിനസ്സുകാരായിരിക്കും ഇവർക്ക് വേണ്ടി പൈസ മുടക്കുന്നത്. അല്ലാതെ ഒരു കാരണവശാലും ഇവർക്ക് ഇവിടെ വന്ന് ട്രീറ്റ് ചെയ്യാൻ പറയാൻ പറ്റില്ല. ഇനിയെങ്കിലും അമേരിക്കനെ കുറ്റം പറയുന്ന ഒന്ന് ഒഴിവാക്കിയിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അണികൾക്ക് ബോധം വരാതെ ഈ നമ്മുടെ നാട് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇവർ ഇതുങ്ങളെ പറ്റിച്ച് തന്നെ ഇതിലും നല്ല സുഖിവാന്മാരായിട്ട് കുറെ ആൾക്കാർ, അതായത് ഈ പാർട്ടിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഈ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന കുറെ ആൾക്കാർക്ക് ഇതുകൊണ്ട് വളരെയധികം പ്രയോജനം കിട്ടുന്നുണ്ട്. അവർ വളരെ സുഖമായിട്ട് ഈ പൊതുജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നു. ബാക്കിയുള്ളവരെയൊക്കെ പറ്റി എല്ലാ കാര്യത്തിലും അതിന് പറ്റിയ ഒരു ക്യാപ്സ്യൂൾ ആയിരിക്കും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ജോസഫ് ഒക്കെ ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരിക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മുഖ്യമന്ത്രി ഇവിടെ എത്തിയിട്ട് അതിനെക്കുറിച്ച് വല്ല വിവരങ്ങളും കിട്ടിയോ? തീർച്ചയായിട്ടും എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. കാരണം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ടെക്സാസിൽ നടന്ന മാതിരി ഒരു വെള്ളപ്പൊക്കം 2018 കേരളത്തിലുണ്ടായിരുന്നു. അന്നും ഇതുപോലെ ഇതേ മുഖ്യമന്ത്രി ക്ലിനിക്കിലേക്ക് വരാൻ വേണ്ടി ഇരുന്നിരുന്ന സമയത്താണ് കേരളത്തിന്റെ ആ സ്ഥിതിയിൽ അദ്ദേഹം അത് ക്യാൻസൽ ചെയ്തിട്ട് അവിടെ തന്നെ നിന്നു. ഒരു ട്രീറ്റ്മെന്റ്, ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നത്തില് ഒരു ട്രീറ്റ്മെന്റ് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ 3.5 കോടി ജനങ്ങളെ ഭരിക്കുന്ന കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് അത് ആവശ്യമാണെങ്കിൽ അമേരിക്കയിലല്ല, ചന്ദ്രമണ്ഡലത്തിലാണെങ്കിലും വീട്ടിൽ ട്രീറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കണം. ഈ മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ പോയിട്ടുള്ളത്. പണ്ടത്തെ ഒരു മുഖ്യമന്ത്രി ആക്സിഡന്റ് പെട്ട് വന്നപ്പോൾ കുടുംബത്തിലെ ഭാര്യയും പിള്ളേരും കൊച്ചുങ്ങളും കെട്ടുകിടക്കയായിട്ടാണ് വന്നത്. അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. ഈ മുഖ്യമന്ത്രി മാത്രമല്ല, ഇതിനു മുൻപ് പലരും വന്നിട്ടുണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി, എത്രയോ പേര് വന്നിട്ടുണ്ട്. അതുപോലെ കേരളത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അപകടം പറ്റി, ഒരിക്കലും അങ്ങനെ പാടില്ലായിരുന്നു. മെഡിക്കൽ കോളേജിലെ ആ കെട്ടിടം പുതുതായിട്ട് പണിയുന്ന കെട്ടിടത്തിലേക്ക് മാറ്റി ആൾക്കാരെ പാർപ്പിക്കണം എന്ന് പറഞ്ഞ് തീരുമാനമെടുത്തതിന് ശേഷം ആ താമസം ഉണ്ടായത് അധികാരികളുടെ ഭാഗത്തു നിന്നാണ്. ഞാന് ജോലി സംബന്ധമായിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ കേരളത്തിൽ 1000-നടുത്ത പഞ്ചായത്തുണ്ട്. ഈ 1000-നടുത്ത പഞ്ചായത്തിലും അറ്റ്ലീസ്റ്റ് ഒരു മെഡിക്കൽ സെന്റർ, ഒന്നുകിൽ ആയുർവേദത്തിന്റെ അല്ലെ അലോപ്പതിയുടെ ഉണ്ട്. ഈ കേരളത്തിലുള്ളതിന്റെ അത്രയും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളം മുന്നിൽ വന്നിട്ടുള്ളത്. അത് 57 മിനിസ്ട്രിയിലെ അന്നത്തെ ആരോഗ്യമന്ത്രി തന്നെ തുടങ്ങി വെച്ചിരുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് കേരളം മുന്നോട്ട് പോയത്. പിന്നെ വന്നവർക്കൊന്നും അത് മാറ്റാൻ പറ്റിയിട്ടില്ല. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്, ചലിപ്പിക്കാനാണ് പറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ ആരോഗ്യസ്ഥിതി ഇന്ന് ലോകരാഷ്ട്രങ്ങളിലെ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും മുന്നേറിക്കുന്ന രാഷ്ട്രങ്ങളുടെ അതനുസരിച്ച് നമ്മൾ വളർന്നിട്ടുള്ളത്. അതുപോലെ മുഖ്യമന്ത്രി ഒരു പ്രത്യേക ട്രീറ്റ്മെന്റിന് വേണ്ടി അമേരിക്കയിൽ വന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ മുഖ്യമന്ത്രി മാത്രമല്ല, നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിമാർ മാത്രമല്ല, മന്ത്രിമാരും എം എൽ എമാർ അല്ലാത്തവരും MP-മാരും ഒക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി അമേരിക്ക വന്നിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ഒരു സംഭവം പോലെ ഇന്നിത് പറയുന്നത് ഒരു മാനസികാവസ്ഥയുടെ. നിങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇനി അത് പറഞ്ഞു, അത് കുഴപ്പമില്ല. മറ്റുള്ള മുഖ്യമന്ത്രിമാര് വന്നിട്ടുള്ളത് കൊണ്ട് ഈ മുഖ്യമന്ത്രിക്ക് വരാന്നുള്ള, അങ്ങനെയാണ് മേലെ ഇനി അമേരിക്കനെ കുറ്റം പറയരുത്. അമേരിക്കയിലെ കേരളത്തിലെ നമ്പർ 1 സ്റ്റേറ്റിനെ കുറിച്ച് കുറ്റം പറയരുത്. കാരണം ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഈ കേരളം ഉണ്ടായതിനു ശേഷമല്ല, ആരോഗ്യ രംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും കുതിപ്പിനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിധത്തിലുള്ള കോൺട്രിബ്യൂഷനും ഈ കേരളത്തിന്റെ വികസനത്തിന്റെ അകത്തില്ല. ഇവർ പറഞ്ഞ് പറ്റിക്കുന്നതല്ലാതെ കേരളം പണ്ടേ വികസനം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഭരിച്ചില്ലായിരുന്നെങ്കിൽ കേരളം സിംഗപ്പൂരിനേക്കാളും മുന്നിൽ പോകായിരുന്നു. ഇത്ര ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ കുറെ ലോക്കൽ സെക്രട്ടറിമാരും സഹകരണ പ്രസ്ഥാനങ്ങളും വെച്ചിട്ട് പഠിക്കുന്ന യാതൊരു വിധത്തിൽ, അതായത് 50 വർഷം കൊണ്ട് കേരളത്തിന്റെ കട 1.5 ലക്ഷം കോടി രൂപ, ഇന്ന് 6 ലക്ഷം കോടി രൂപ, 4.5 ലക്ഷം കോടി രൂപ കടമെടുത്തിട്ട് 4.5 ലക്ഷം കോടി രൂപ
കടമെടുത്ത് കുറെ പരിപാടി ഇവർക്കും ഇവരുടെ കൂട്ടാളികൾക്കും കട്ട് തിന്നാൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുന്നതല്ലാതെ ഇത്ര കടമെടുത്ത് ഇത് ആർക്കാ പറ്റിയല്ലാത്ത ജോസഫിനെ നിങ്ങളെ ബാങ്കിൽ അവിടെ ബാങ്കിൽ നിന്ന് $1 മില്യൺ കടമെടുത്തിട്ട് ലാവിഷായിട്ട് ചെലവാക്കാൻ ഇഷ്ടംപടി കൊടുക്കാം, കുറെ സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പേരുണ്ടാവുമല്ലോ. അതൊരു എഫിഷ്യന്റ് ആയിട്ടൊരു നടപടിയാണല്ലോ. ഒരു സർട്ടൻ പോയിന്റ് കഴിയുമ്പോൾ നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആവും. അതായത് ഇത് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എഫിഷ്യൻസി, ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പാർട്ടി ഒരു കമ്മ്യൂണിസവും ഇത് ലോകത്ത് എവിടെയെങ്കിലും ഒരു സക്സസ് സ്റ്റോറി ഉണ്ടോ? കേരളത്തിന്റെ ഈ പരിതാപകരമായ അവസ്ഥയ്ക്ക് ഏറ്റവും കാരണം ഈ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. ഇത്ര വിവരമില്ലാത്ത ഈ അണികൾ ഇതിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ്, ഈ നേതാക്കന്മാരൊക്കെ ഇത്ര സുഭിക്ഷമായിട്ട് നടക്കുന്നതുകൊണ്ടാണ്. ഈ ചന്ദ്രമണ്ഡലത്തിൽ പോയി ചികിത്സിക്കുന്നതിനൊന്നും പരാതിയില്ല. പക്ഷേ ഈ പാവങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ, ഇപ്പം കേരളത്തിൽ എത്ര പരിതാപകരമായ ഒരു ആരോഗ്യ പൊതുജനാരോഗ്യം, പ്രൈവറ്റ് മേഖലയല്ല, ഈ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ വികസനത്തിന് യാതൊരു വിധത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഈ പ്രൊപ്പഗണ്ടയ്ക്കോ അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു അവകാശവും പറയാനുള്ള കാര്യമില്ല. ഇതിനൊക്കെ ഈ കേരളത്തില് ആരോഗ്യ രംഗവും വിദ്യാഭ്യാസ രംഗവും വളരെ മുന്നിൽ നിൽക്കുന്നതിന്റെ കാരണം അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തൊട്ട് കേരളത്തിന് അതിനുള്ള രാജാക്കന്മാര് തൊട്ട് കേരളത്തിൽ വന്നിട്ടുള്ള മിഷണറിമാര് തൊട്ട് അങ്ങനെ പല ആൾക്കാരുടെയും കോൺട്രിബ്യൂഷൻ ആണ് ഇരിക്കുന്നത്. ഈ സർക്കാരിന്റെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണം കടമെടുക്കുക, ആ കടമെടുത്തിട്ട് കുറെ സഹകരണ പ്രസ്ഥാനങ്ങൾ വഴി അവർക്ക് കൊടുത്ത് പ്രോജക്റ്റുകൾ ചെയ്ത് അതിന്റെ കമ്മീഷൻ അടിക്കുക, എന്നിട്ട് ഇവർ കുറെ ആൾക്കാർ സുഖമായിട്ട് ജീവിക്കുക. എന്ത് വികസനമാണ് കേരളത്തെ പോലെ ഇത്രയും റിസോഴ്സസ് ഉള്ള, ഇത്ര വിദ്യാഭ്യാസമുള്ള, ഇത്ര നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് ഉള്ള ഈ സംസ്ഥാനത്തിന് ശരിക്കും പറഞ്ഞാൽ സിംഗപ്പൂരിനേക്കാളും, അതായത് പണ്ട് ഒരു 40 വർഷം മുമ്പ് ടൈം മാഗസിന്റെ 50 മസ്റ്റ് പ്ലേസസിൽ ഒന്നായിരുന്നു കേരളം. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് ഈ കേരളത്തിന്റെ അധോഗതിക്ക്, കേരളത്തിന്റെ ഇത് പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കേരളത്തിന്റെ അധോഗതിക്ക് കേരളം, നമുക്കിതിനെ പറയുമ്പോൾ കേരളത്തെ കുറ്റം പറഞ്ഞൊന്നും പറയാം, കേരളത്തിന് കുറ്റം പറയുന്നതല്ല, കേരളത്തിൽ അതുപോലെ മുന്നിലേക്ക് പോകേണ്ട ഒരു സംസ്ഥാനത്തിന് ഈ രീതിയിലാക്കിയത്. അല്ലെങ്കിൽ പറയണം, ലോകത്ത് എവിടെയെങ്കിലും ഈ ഒരു പരിപാടി കടമെടുത്തിട്ട് കമ്മീഷൻ അടിക്കാനുള്ള പരിപാടി ചെയ്യുന്നതിൽ എന്ത് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇരിക്കുന്നത്, എന്ത് വികസന മാതൃകയാണ് ഇരിക്കുന്നത്? അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ അമേരിക്കയെ കുറ്റം പറയുന്നതും ഈ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ചും ഈ ചികിത്സയ്ക്ക് വരുന്നതാണ് തെറ്റ്. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിക്ക്, മറ്റുള്ള മുഖ്യമന്ത്രിമാര് പോയി എന്ന് പറയുമ്പോൾ അവര് അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. 30 വർഷം മുമ്പല്ലോ തന്നെ കേരളത്തില് അല്ലെങ്കിൽ ഡൽഹിയില് എയിംസിലൊക്കെ ഇതുപോലെ ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടും. അത് എല്ലാവരും പറയുന്നതല്ലേ. ഇവിടെ കിട്ടുന്ന നമുക്കറിയാലോ, നമുക്ക് അമേരിക്ക ഇരിക്കുമ്പോൾ അറിയാലോ അമേരിക്കയിലെ ട്രീറ്റ്മെന്റിന്റെ അവസ്ഥയൊക്കെ നാട്ടിൽ കിട്ടുന്ന. അമേരിക്കയിലെ പോലെ തന്നെ അത്രയും കഴിവുള്ള ഡോക്ടേഴ്സും നഴ്സസും സംവിധാനങ്ങളും പ്രൈവറ്റ് മേഖലയിലുണ്ട്. എന്തുകൊണ്ടാണ് പോയിക്കൂടാ? അമേരിക്ക തന്നെ വന്ന് ചികിത്സിക്കണം എന്ന് പറയുന്നതിന്റെ അകത്തുള്ള ലോജിക്കല്ലേ. അപ്പം എന്നിട്ട് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും ഈ സംവിധാനത്തെ കുറ്റം പറയുകയും മുതലാളിത്ത വ്യവസ്ഥ മോശമാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ അവർ തന്നെ പ്രൂവ് ചെയ്യുമല്ലോ. ഇതിനൊന്നും മറുപടി ഇല്ലല്ലോ. ആ മറുപടി ഇല്ലായ്മയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇത് ആരെങ്കിലും ചോദിക്കണ്ടേ? നമ്മുടെ ഈ നാടിന് ഇങ്ങനെ വരുന്ന കാര്യങ്ങളെ കുറിച്ച് ആൾക്കാർ ചെയ്യണ്ടേ? നമ്മുടെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് എവിടെയും പോയി ചികിത്സിക്കാം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അതും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, അതാണ് പ്രശ്നം. അതുകൊണ്ട് മറ്റുള്ള മുഖ്യമന്ത്രിയായിട്ട് ദയവ് ചെയ്ത് കമ്പയർ ചെയ്യരുത്. ജോസഫ് ചാൻ പറഞ്ഞുകൊണ്ട് മറ്റൊരു വിയോജിപ്പ് കൂടെ എനിക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ആരാണ് സിസ്റ്റത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ആരോഗ്യമന്ത്രിയല്ലേ? അപ്പൊ ആരോഗ്യമന്ത്രിയുടെ കാര്യമാണ്, എൻ്റെ കാര്യമാണ്, എൻ്റെ വീഴ്ചയാണെന്ന് അത് ആരോഗ്യമന്ത്രി സമ്മതിച്ചു കൊടുക്കുന്ന പകരം ആരോഗ്യമന്ത്രി ആരെ തലയിലേക്കാണ് വെച്ചാണ് ഇത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? രണ്ടാമത്തെ ഒരു കാര്യം, കേരളം നമ്പർ 1 ആണ്, ആരോഗ്യമേഖലയിൽ നമ്പർ 1 ആണ് അഭിമാനിക്കുമ്പോൾ പോലും വാ തുറന്നാൽ ദൂഷകളെ നാടിനെ പറ്റി കുറ്റം പറയുന്ന ആ മുഖ്യമന്ത്രിക്ക് എന്തിനാ ഈ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ആയിട്ട് ആരോഗ്യത്തിൽ നമ്പർ 1 മികച്ചതാണ്, കേരളം മികച്ചതാണെങ്കിൽ എന്തിനാണ് ഇവിടേക്ക് വരുന്നത്? അത് ഈ ഇത്രയധികം കേരളം വളരെ അധികം പ്രതിസന്ധികളോടെ കടക്കണിയിൽ മുങ്ങി താഴുന്ന ഒരു കപ്പിത്താനൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഈ കപ്പിത്താൻ പാർട്ടിക്കും അണികൾക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന കപ്പിത്താനാണ്. ഇന്ന് കേരളത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്ന് വികസിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വികസിച്ചത് ഇവിടുത്തെ അണികളാണ്, അല്ലെങ്കിൽ സഖാക്കന്മാർ മാത്രമാണ്. സാധാരണ ജനങ്ങൾ അന്നമ്മച്ചടത്തിയെ പോലെ ഇന്ന് പിച്ചപാത്രം എടുത്ത് പിച്ച യാചിക്കുകയാണ് ക്ഷേമ പെൻഷൻ വേണ്ടിയിട്ട്. അതേപോലെ ഇവിടെ ബാക്കിയുള്ള ഇപ്പം എന്താ പറയുക, ഇപ്പം തൃശ്ശൂരുള്ള അറിയാം, ഇപ്പോൾ ഈ ആ കുറിക്കമ്പടികളിലൊക്കെ കോടികൾ ഇട്ടാണ് ഇതിലെ ധനാഠ്യന്മാരായത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. കമ്മ്യൂണിസം എന്താണെന്ന് എഴുതി തള്ളി കമ്മ്യൂണിസം പോയി അറബിക്കടലിൽ മരിച്ചു കിടക്കുകയാണ്. യഥാർത്ഥമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ ശരിക്കും പറഞ്ഞാൽ അച്യുതാനന്ദൻ അല്ലെങ്കിൽ ആ EK നായനാരോട് കൂടിയിട്ട് കമ്മ്യൂണിസം കഴിഞ്ഞു. ഇവിടെ ഇന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റും ഇത് കോർപ്പറേറ്റുകളുടെ കൈകളാണ്. ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന കോർപ്പറേറ്റ് ആണ് പിണറായി വിജയൻ. അതിനകത്ത് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ എന്തിനാ അദ്ദേഹം
ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാണെന്നും അമേരിക്ക ഭൂഷകളുടെ രാജ്യമാണെന്നും പറയുന്ന അദ്ദേഹം ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണ് ഇങ്ങോട്ട് വരുന്നത്? കേരളം നമ്പർ 1 ആരോഗ്യരേഖ മികച്ചതാണെങ്കിൽ അവിടെ തന്നെ ഇത് നിൽക്കില്ല. എന്തിനു വേണ്ടി ഇത്രയധികം ബാക്കിയുള്ള ഒരുപാട് മേഖലകളിൽ KSRTCക്ക് പെൻഷൻ കൊടുക്കുന്നില്ല, ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. എവിടെയെങ്കിലും ഒരു 1 ലക്ഷം രൂപ മാത്രം കൊണ്ട് ക്ഷേമ പെൻഷൻ തലേദിവസം കൊണ്ട് കൊടുക്കും, അതും കുടിശ്ശികയാണ്. അപ്പോഴും കുടിശ്ശികയാണ്. 7 മാസത്തെ പെൻഡിങ് കിടക്കുമ്പോഴാണ് 2 മാസത്തെ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമുക്ക് യാഥാർത്ഥ്യമായിട്ട് ഇതിനകത്ത് യാതൊരു വിധമായ പൊരുത്തവും ഇല്ലാതെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും പൊലിപ്പിക്കുന്നതും. ഇത് വിശ്വസിക്കാൻ വേണ്ടി വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത കുറേ അണികളാണ് അവരുടെ ബലം. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് എടുത്തു ചാടി അതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പോകുന്നില്ലേ. പാർട്ടി ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു വിടുന്നതും എന്താണ് അവർ അതേപോലെ വിഴുങ്ങിയിട്ടാണ് ഈ കൊടിയും തോരണം എടുത്തു വരുന്നത്. ഒരു യാഥാർത്ഥ്യമില്ല. അവർ വന്നില്ലെങ്കിൽ അവർക്ക് അവരെ ശരിക്കും പറയണമെങ്കിൽ പീഡിപ്പിക്കുകയാണ്. ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്ത് ആ പാർട്ടിയുടെ ചൊൽപ്പടിക്ക് നിന്നില്ലെങ്കിൽ പിന്നെ അവരുടെ കുടുംബത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ്. പലരും ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കുന്നത് മരണത്തെ പേടിച്ചും ജീവനെ പേടിച്ചൊക്കെയാണ്. ഈ എന്ത് വൃത്തികേട് കാണിച്ചാലും, എത്രമാത്രം വൃത്തികേട് കാണിച്ചാലും അതിനെ ന്യായീകരിക്കാനുള്ള ഒരു അണികളും അതിനെ ഈ PR വർക്കിന്റെ ഒരു ടീമും വെച്ചിട്ട് ഈ ആരോഗ്യമന്ത്രിയെ കുറിച്ച് നമ്മൾ പിന്നെ ഇതിന്റെ അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മുടെ ഇന്നത്തെ വിഷയമല്ല. മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്ര തന്നെയാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയില്ല. എത്ര ധാർഷ്ട്യത്തോടു കൂടിയായിട്ട് ഈ പൊതുജനങ്ങളുടെ പൈസ കൊണ്ട് വളരെ സുഭിക്ഷമായിട്ട് ജീവിച്ചിട്ട് ഈ പൊതുജനങ്ങൾക്ക് എന്ത് കൊടുക്കുന്നു? അല്ലെ അവരുടെ പാർട്ടി അണികൾ, കുറച്ച് പാർട്ടി അണികൾക്കും അവരുമായിട്ട് ഒത്താശ ചെയ്ത് നിൽക്കുന്ന കുറെ സഹകരണ വകുപ്പ് സംവിധാനങ്ങൾക്കും കുറെ PAമാർക്കും കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം ഈ പൊതുജനങ്ങൾ ഭൂരിപക്ഷം ആൾക്കാരും കഷ്ടപ്പെടുന്ന സമയമാണ്. അതായത് ഈ കടത്തിന്റെ കണക്ക് മാത്രം എടുത്താൽ മതി. ഇപ്പം 6 ലക്ഷം കോടി രൂപയാണ് കേരളം സംസ്ഥാനത്തിന്റെ കടം. അത് ഇനിയും കുറച്ചുകൂടെ കടം എടുക്കാത്തതിന് കാരണം സെൻട്രലിൽ ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് BJP കേരളത്തിന് എന്നിട്ട് ഞെക്കിപ്പഴിക്ക് തിന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഈ കാണിക്കുന്ന പരിപാടി ഇനി കടമെടുക്കാൻ ഒരു കാരണവശാലും കേന്ദ്ര സർക്കാർ ഈ കടമെടുക്കാൻ സമ്മതിക്കരുതെന്ന് പറഞ്ഞേ. അതും കൂടെ എടുത്ത് പുട്ടടിച്ച് നശിപ്പിച്ച് നാറാണക്കല്ലിടിക്കുക. കാരണം വെനിസ്വേല എന്ന് പറഞ്ഞ ഒരു രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർ അറിയാലോ, അമേരിക്കയുടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടായിരുന്ന രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ തന്നെയാണെന്ന് അറിയാലോ. ബംഗാൾ, നമ്മൾ ഇതിനെക്കുറിച്ച് ഇതൊക്കെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും കുറെ PR വർക്ക് കൊണ്ടും കുറെ അണികൾ, വിവരമില്ലാത്ത അണികളും ഉണ്ട്, കിഴങ്ങന്മാരായിട്ടുള്ള അണികൾ. അതാണ് നമുക്ക് പറയണത്. യുവന്മാരൊക്കെ പട്ടിണി കിടന്ന് ചാകുന്ന സമയത്തും ഇവന്റെ മുതലാളിമാര് നല്ല സുഭിക്ഷമായിട്ട് മക്കളെയും വിദേശത്ത് പഠിപ്പിച്ച് ഈ അമേരിക്കയെ കുറ്റം പറഞ്ഞിട്ട് അമേരിക്കയിലും വന്ന് ട്രീറ്റ്മെന്റ്, ഇംഗ്ലണ്ടിലും പോയി ട്രീറ്റ്മെന്റ് എടുത്ത് നല്ല ലാവിഷായിട്ട് കഴിയുന്നു. ഇത് വിശ്വസിക്കുന്ന കുറെ കഴുതകളുണ്ടല്ലോ എന്ന് നമുക്കിത് പറയാതിരിക്കാൻ പറ്റുമോ? അത് തന്നെയാണ് ജേക്കബ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്ര മന്ത്രിമാർ ഭരിച്ചേനെ? ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യയിലുണ്ടായ അപകടങ്ങളിലോ മറ്റുള്ള ഏതെങ്കിലും ഉത്തരവാദിത്വം എടുത്ത് ഏതെങ്കിലും മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും മന്ത്രിമാർ? ഞാൻ ആ പഴയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതുപോലെ പിന്നെ കടം വാങ്ങിക്കുന്നതിനെ കുറിച്ച് ജിൻസ് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ പറയാം. ഈ കടം നമ്മുടെ കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ കിടക്കുന്നത്. നിങ്ങളൊക്കെ കേരളത്തിന് വെളിയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സിറ്റികളിൽ പോയിട്ടുണ്ട്. നിയോൺ ബൾബുകളുടെയും ഒക്കെ വെളിച്ചത്തിൽ ആ സിറ്റി കാണുമ്പോൾ വളരെ നല്ലതാണ്. ആ സിറ്റിയൊക്കെ വളർത്തിയെടുത്ത് അതാത് സ്ഥലത്തെ ആ പ്രദേശത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഉൾപ്പെടെയാണ്. പക്ഷെങ്കില് അവരുടെ ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ? ഒരു സ്കൂളില്ലാത്ത, ഹോസ്പിറ്റൽ ഇല്ലാത്ത, യാത്ര ചെയ്യാൻ റോഡുകളില്ലാത്ത, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇല്ലാത്ത ഗ്രാമങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോകണം, കാണണം. കേരളം അങ്ങനല്ല. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ശൃംഖലയുണ്ടായിരുന്നു. പക്ഷെങ്കില് നല്ല റോഡുകളൊന്നും വന്നിട്ടില്ല. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നു, വളർത്തിയെടുത്തോണ്ടിരിക്കുന്നു. ഈ 2016 മുമ്പ് ഈ ഉൾക്ക വരുന്ന മാതിരി മാറി പറഞ്ഞു പോയിട്ടുള്ളതല്ല കമ്മ്യൂണിസ്റ്റ് സർക്കാർ. നിങ്ങൾ 24 മണിക്കൂറും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഞാൻ എന്റെ കുറ്റം പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാർക്ക് മുമ്പ് കോൺഗ്രസ് സർക്കാർ എല്ലാവരും ഇതിനും ഭരിച്ചുകൊണ്ടിരുന്നത്. 57 കഴിഞ്ഞ് 59 അവർ രാജിവെച്ചു പോയി. 59 മുതൽ 67 വരെ പിന്നെ കോൺഗ്രസ് ആയിരുന്നു. 67 കഴിഞ്ഞ് 69 വീണ്ടും അവർ പോയി. അത് കഴിഞ്ഞ് 69 മുതൽ 80 വരെ കോൺഗ്രസ് ആയിരുന്നു. പിന്നെ 80 മുതൽ 82 വരെ കമ്മ്യൂണിസ്റ്റ്. അതിനിടയ്ക്ക് എത്ര വർഷമായി? ഇത് 6 വർഷമുണ്ട്. ഈ 24 മണിക്കൂർ കമ്മ്യൂണിസ്റ്റിനെ കുറ്റം പറഞ്ഞാൽ അത് ചിലരുടെ ഒരു ഇതായിരുന്നു. പണ്ട് തൊട്ടേ പത്രമുത്തശ്ശിമാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വാർത്ത വായിക്കുകയായിരുന്നു. വിമോചന സമരം ഉണ്ടായത്. അത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും നമ്മുടെ അന്തരിച്ച പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി പറയുന്ന നേതാവ് വളർന്നു വന്ന തേവരക്കോളയിലെ മുരളിയുടെ ഇതാണ്.
കോളേജിലെ മുരളി എന്ന് പറയുന്ന ഒരാൾ മരിച്ചിട്ടില്ല എന്നും അത് റിപ്പോർട്ട് ചെയ്ത ആൾ പറഞ്ഞ മുൾഷി എന്ന് പറയുന്ന ഒരു ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചതിനെ EMSന്റെ പോലീസ് അടിച്ചാണ് കൊന്നെന്നും പറഞ്ഞത്. ഇതുപോലുള്ള ഈ പ്രൊപ്പഗണ്ട ഉണ്ടാക്കി ആൾക്കാരെ പറ്റിക്കാൻ നോക്കല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ജോസ്ഫേട്ട പരീക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ് ജോസ്ഫേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തിനോടൊന്നും ഒരു മറുപടി പറഞ്ഞോട്ടെ. കാരണം ജോസ്ഫേട്ടൻ ഇപ്പൊ പറഞ്ഞു പോയിട്ടുള്ളത് മൊറാർജി ദേശിയുടെ അടുത്തേക്കും മറ്റേ കോൺഗ്രസ് ഭരണ കാലത്തേക്ക് പറയാം. നിങ്ങൾ പോളണ്ടിലേക്കും മറ്റേ ചെക്കോസ്ലാവിയയിലേക്കും പോകാതിരുന്നത് ഭാഗ്യം. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അല്ലല്ല എട്ടുകാലി മമ്മൂഞ്ഞ്, ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു സ്വഭാവമുണ്ട്, എട്ടുകാലി മമ്മൂഞ്ഞുമാര് കേരളത്തിന്റെ വികസനത്തിന്റെ അകത്ത് ഒരു കോൺട്രിബ്യൂഷനും അവരുടെ കുറെ അണികൾക്കോ അവരുടെ അവർ കുറച്ച് സൂര്യമാരായിട്ട് ജീവിക്കുന്നതല്ലാതെ ഈ കേരളത്തിന്റെ വികസനത്തിനുള്ള ഉത്തരവാദിത്വം. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലേക്ക് ഒന്നും പോകണ്ട, നിങ്ങൾ പോളണ്ടിലേക്ക് പോകണ്ട, ചെക്കോസ്ലോവാക്യ. എന്തുകൊണ്ട് അമേരിക്ക, നിങ്ങൾ ഈ പറഞ്ഞ വികസന മോഡലാണെങ്കിൽ എന്താണ് ബംഗാളി സംബന്ധിച്ച് എന്തിനാണ് ഈ അമേരിക്കയിലേക്ക് വന്നതെന്നുള്ള ഒരു കാര്യം മാത്രം ആൻസർ പറഞ്ഞാൽ മതി. എന്തിനാണ് നിങ്ങൾ അമേരിക്കയിലേക്ക് ഇപ്പൊ അതിന് മുടക്കുന്ന കോടിക്കണക്കിന് രൂപ, അമേരിക്കയിൽ വന്ന് ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ വരുന്ന കോടിക്കണക്കിന് രൂപ ആരാണ് സ്പോൺസർ ചെയ്യുന്നത്? മുഖ്യമന്ത്രിയുടെ പൈസ സർക്കാർ എടുക്കുമായിരിക്കും, അത് തന്നെ കോടികളാണ്. അതിനുള്ള ന്യായീകരണം എന്താണ് പറയുന്നത്? ലോകത്തെവിടെയെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ഒരു വികസന മോഡല്, ഒരു സക്സസ് സ്റ്റോറി ഉണ്ടോ? അതാണ് നമ്മൾ പറഞ്ഞത്. കേരളം ഇതിനേക്കാളും നല്ല ഇൻഫ്രാസ്ട്രക്ചർ കൂടി കടമെടുത്ത് ജോസഫ് ചേട്ടന് ഇപ്പൊ വേണമെങ്കിൽ $1 മില്യൺ കടമെടുത്ത് ഒരു വലിയ ബംഗ്ലാവ് വെക്കാം, അതിൽ താമസിക്കാം. പക്ഷേ അത് കഴിഞ്ഞ് അത് എവിടുന്ന് പേ ബാക്ക് ചെയ്യും? എവിടുന്ന് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും? നിങ്ങൾ ബ്രേക്ക് ചെയ്യലേ. അതുകൊണ്ടാണ് പറയുന്നത് 4.5 ലക്ഷം. അതായത് ഈ പിണറായി സർക്കാർ 2016 വരുന്ന സമയത്ത് 1.5 ലക്ഷം ഉണ്ടായിരുന്നു, 1,60,000 ലക്ഷം കോടി കടമുണ്ടായിരുന്നു. ഇന്ന് 6 ലക്ഷം കോടി കടമാണ് ഇരിക്കുന്നത്. ഇത് ആരാണ് ഉണ്ടാക്കുന്നത്? അത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് പറയാതെ ഡൽഹിയിലേക്കും മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനം ഇന്ന് നിങ്ങളൊന്നും വേണ്ട. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങൾ പണ്ട് തമിഴ്നാട് ഒരു ഊഷര ഭൂമിയായിട്ട് കിടന്ന തമിഴ്നാട് സ്റ്റേറ്റിൽ കൂടെ ഒന്ന് ട്രാവൽ ചെയ്യുക. അവിടെ നടന്നേക്കണ വികസനം, അവിടെ നടന്നേക്കണ റോഡുകള് കണ്ണഞ്ചിപ്പിക്കുന്ന, നമ്മൾ കണ്ട തമിഴിനെ അല്ല ഇന്ന് തമിഴ്നാടിന്റെ വികസനം. തമിഴ്നാട്ടിൽ വെള്ളമില്ലാതെ എത്താത്ത ഒരു സംവിധാനമില്ല. അവിടെയാണ് കേരളം എത്രമാത്രം പുറകോട്ട് പോയി. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ആ തമിഴ്നാട്ടിൽ പോയി ഒന്ന് ട്രാവൽ ചെയ്യുക. ആ തമിഴ്നാട് കാര്യം പറയാൻ ജിൽസേ, തമിഴ്നാട്ടിലെ DMKയും AIDMKയും എല്ലാം തമിഴ്നാടിന്റെ ഒരു ആവശ്യം വരുമ്പോ അവർ ഒന്നിച്ചിരിക്കും. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. 2018 കേരളത്തിൽ വെള്ളം പൊങ്ങി. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഫ്ലഡ്. ഒരുപാട് അപകടങ്ങളുണ്ടായി, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഒരുപാട് പോയി. നമ്മളെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ സഹായിക്കാൻ വേണ്ടി കേരളത്തിലെ ഒരുപാട് പേര് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന UAE എന്ന് പറയുന്ന രാജ്യം ഒരു ഫണ്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് കേരളത്തിലെ ആരൊക്കെയാണ്? കേരളത്തിലെ എത്ര രാഷ്ട്രീയക്കാർ ഒരുമിച്ച് നിന്നു? അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇന്ന് മഹാരാഷ്ട്രയ്ക്ക് അത് കൊടുക്കുന്നുണ്ടല്ലോ കേന്ദ്ര ഗവൺമെന്റ്. അന്ന് കേരളത്തിലെ ഖബറിട്ടവരും കാവിയിട്ടവരും ഒരുമിച്ച് പറഞ്ഞു അത് വേണ്ടെന്ന്, അല്ലേ? അങ്ങനെ ഫണ്ട് മേടിച്ച് കട്ടു തിന്നാന്നുള്ളതല്ലാതെ അതല്ലാതെ വേറെ മോഡലൊന്നും ഇല്ലല്ലോ കേരളത്തിൽ. ഒരു അത് നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക് തോന്നുന്നു, കാരണം അവർക്ക് അത് മാത്രമേ അറിയാവൂ എന്നുള്ളതുകൊണ്ട്. ഫണ്ട് മേടിക്കുന്നത് ലോൺ എടുത്തും കട്ടു തിന്നാൽ മാത്രം മതിയോ? അതാണോ ഒരു വികസനം ആളുക? നിങ്ങളല്ല, തമിഴ്നാട് അതല്ല. നമ്മൾ വളരെ ജെന്യൂൻ ആയിട്ട് ചിന്തിക്കുക. തമിഴ്നാട്ടിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യുക. എത്ര മനോഹരമായ റോഡുകള്, എത്ര മനോഹരമായ ബിൽഡിംഗ്, എത്ര മനോഹരമായ സ്കൂളുകള്. പണ്ടൊക്കെ നമുക്ക് തമിഴ്നാട്ടിൽ ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ലായിരുന്നു. ഇപ്പൊ ഇന്ന് നിങ്ങൾ തമിഴ്നാടിന്റെ ആ ഊഷര ഭൂമി എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിന്റെ ഒരു ഗവർണൻസ് ആണ് പറഞ്ഞത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവർണൻസ് വളരെ ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ളൊരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ ചെയ്തതിന്റെ ഗുണം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വേറെ എങ്ങും പോകണ്ട. നിങ്ങൾ നമ്മുടെ ചോദ്യം ഈ മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയാണ്, അമേരിക്കൻ ചികിത്സയെ കുറിച്ചാണ്. എങ്കിലും നിങ്ങൾ ആ ബംഗാളിലെ കാര്യം, മുഖ്യമന്ത്രി എന്തിന് അമേരിക്കയിൽ വന്നു എന്നുള്ള കാര്യത്തിനും ഈ ബംഗാളിലെ അവസ്ഥ മാത്രം ഒന്ന് ചിന്തിച്ചാൽ അതാണ് കമ്മ്യൂണിസ്റ്റ് നമ്മുടെ കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ ബംഗാളും മറ്റുള്ള പ്രദേശങ്ങളും, ഞാൻ ബംഗാളിനെ കുറിച്ച് പറയാം. ഞാൻ ഒറ്റ കാര്യം ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഞാനിപ്പോ ഇത് ഒന്നാമത്തെ സബ്ജക്റ്റിനെ കുറിച്ച് ഒന്ന് തയ്യാറാകേണ്ടതുണ്ടായിരുന്നു. ഈ പിന്നെ ഞാനിപ്പോ പറഞ്ഞു, കേൾക്കുന്നുണ്ടോ? ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ് ഇല്ലാതെ കേരളം വികസിക്കത്തില്ല. കേരളത്തിലെ ജനങ്ങള് 1950 അതിന് മുമ്പ് തൊട്ട്, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തൊട്ട് കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസം ഉള്ളവരോ വിദ്യാഭ്യാസം നേടിയവരോ കേരളത്തിന് വെളിയിൽ
ഇൻഡസ്ട്രി ഉണ്ടായിരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി. കേരളത്തില് കേരളത്തിന്റെ ഒരു 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 ഇതനുസരിച്ച് ഇൻഡസ്ട്രി വളരാൻ പറ്റത്തില്ല, ശരിയാണ്. പക്ഷെങ്കില് ഭൗതികമായ മേഖലകൾ ഉണ്ടാകാമായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക്, ടെക്നോ പാർക്ക് നായനാരുടെ സമയത്തല്ലേ ഉണ്ടായേ? അതിനുശേഷം വന്ന ഗവൺമെന്റ് അത് എന്താ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്? അതിനുശേഷം ആന്ധ്രയിൽ വന്ന ചന്ദ്രബാബു നായിഡു അയാൾ അവിടെ വളർത്തിക്കൊണ്ടുവന്ന് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹബ്ബായിട്ട് മാറിയിട്ടുണ്ടല്ലോ. അവിടെ രാമകൃഷ്ണ റെഡ്ഡിയുടെ സമയത്തല്ലേ ബാംഗ്ലൂർ വളർത്തിയെടുത്തത്? കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെന്റുകൾ എന്തുകൊണ്ടായിരുന്നു അന്ന് ശ്രമിക്കാതിരുന്നത്? ഇന്ന് ടെക്നോ പാർക്കിനും അതിനുശേഷം ഇപ്പൊ എറണാകുളത്തും ഒക്കെയുള്ള പാർക്കിൽ ഇപ്പൊ നമ്മുടെ ലുലുവിന്റെ ഓണറും ഒക്കെ പുതിയ പാർക്കുകളൊക്കെ തുടങ്ങുന്നുണ്ട്. കേരളം ഇപ്പൊ ഒരു ഹബ്ബായിട്ട് വേണ്ടി മാറിയേക്കാം. പക്ഷേ ഒരു രാജ്യത്തെ മനുഷ്യന്റെ പ്രവൃത്തിയെ അല്ലെ മനുഷ്യന്റെ ആ ഒരു 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 കഴിവിനെ, ആ പ്രദേശത്തെ മനുഷ്യന്റെ കഴിവിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ രാഷ്ട്രീയക്കാര് ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി മറ്റൊരു കാര്യം, ഇപ്പൊ ജോസഫേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ പറയാം. എന്നറിയോ, നിങ്ങൾ കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തി, നിങ്ങൾ ഒരു വ്യവസായവും കേരളത്തിൽ വരാൻ സമ്മതിച്ചില്ല. ഈ കേരളത്തിനെ മുച്ചൂട് മുടിച്ചതല്ലാതെ നിങ്ങൾ എന്ത് പോയിന്റ് പറഞ്ഞാലും അത് നിങ്ങൾക്ക് അത് സെൽഫ് റോൾ ആയിട്ട് വരുന്ന അവസ്ഥയിലേക്ക് വരും. കാരണം ഈ കേരളത്തിന് ഈ അവസ്ഥയിൽ കൊണ്ടതിന്റെ കാരണം ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം മാത്രമാണ്. നിങ്ങൾക്ക് ഒരു ന്യായവും പറയാൻ പറ്റില്ല. ഇവിടെ എന്ത് സംഭവിച്ചു, എന്ത് വന്നാലും അതിനെ സമരം ചെയ്ത് കേരളത്തിനെ നശിപ്പിച്ച് നാരായണക്കല്ല് ഇടിച്ചതിന്റെ ഉത്തരവാദിത്വം ഇതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തെ പോലെ ഒരു വികസന സാധ്യതയുള്ള ഒരു സംസ്ഥാനത്തിന്, ഇത്ര റിസോഴ്സസ് ഉള്ള ഒരു സംസ്ഥാനത്ത് ഈ ഭരണം ഇല്ലായിരുന്നെങ്കിൽ കേരളം വേറൊരു ലെവലിൽ എത്തുമായിരുന്നു. അത് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. അത് നമ്മുടെ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, കേരളം നേരത്തെ കടം വാങ്ങിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ വരുന്ന ഫണ്ട് പണമായി പ്രശ്നത്തിന് പേരിലാണല്ലോ ഭരിക്കുന്ന സമയത്ത് എപ്പോഴും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ ഭരിക്കുന്ന സമയത്ത് ഹൈക്കമാൻഡിൽ നാള് വരണം, 24 മണിക്കൂറും ഹൈക്കമാൻഡിൽ നിന്ന് വരണം. എന്തുകൊണ്ടായിരുന്നു? ഇതുപോലെ ഫണ്ട് അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയതിന്റെ പേരിലായിരുന്നു. അങ്ങനെ മാറ്റിയെടുക്കുന്ന ഒരു അങ്ങനെയുള്ള ഒരു ചരിത്രം ഉള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർ. അത് തന്നെ പറയും, ഫണ്ട് മാറ്റിയെടുത്ത് ഫണ്ട് അവർക്ക് കൊണ്ടുപോയി ഇവർക്ക് കൊണ്ടുപോയി എന്ന്. അതല്ല സത്യം. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളം ഇപ്പൊ ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ വളർന്നോ ഇല്ല എന്നുള്ള കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ ഏതൊക്കെ വിധത്തിൽ റോഡുകളും മറ്റുള്ള സ്കൂളുകളും. പണ്ടൊക്കെയുള്ള സ്കൂളുകൾ എങ്ങനെയായിരുന്നു? ഞങ്ങളൊക്കെ അവിടെ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ എന്തുവായിരുന്നു പിന്നെ ജിൻസിന് അറിയാമോ? ഓല പൊതിഞ്ഞ സ്കൂളുകൾ, കാറ്റുള്ളപ്പോൾ സ്കൂളില്ല, മഴയുള്ളപ്പോൾ സ്കൂളില്ല. കാറ്റും മഴ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയല്ല, പരിമിതത്തിലോട്ട് പ്രാർത്ഥിക്കുകയല്ല, വേറൊരു ഗതിയില്ലായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ ജോസഫേട്ടൻ അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ ജോസഫേട്ടന്റെ കാലത്തുള്ള കുടിൽ ഉള്ള സ്കൂളുകള് അത് കഴിഞ്ഞിട്ട് 2014 ഈ ഇപ്പോഴെ കാണുന്ന സ്കൂളുകളൊക്കെ ഉണ്ടായെന്നാണോ ജോസഫേട്ടൻ പറഞ്ഞു വരുന്നത്? 2014 മുമ്പ് 2016 മുമ്പ് ഉമ്മൻചാണ്ടി കളിച്ചോണ്ടിരുന്നപ്പോ എത്ര സ്കൂളുകളാണ് അടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്? എത്ര സ്കൂളുകളാണ് അടയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നത്? അതുപോലെ എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടാൻ വേണ്ടി വെച്ചിരുന്നത്? എന്തെങ്കിലും പൂട്ടിച്ചിട്ടുണ്ട്. അത് ഈ CPM-ന്റെ അണികളാണ് അത് മുഴുവൻ പൂട്ടിക്കാനും കൊടി കുത്താനും. CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അണികളാണ് ഇതെല്ലാം പൂട്ടിക്കാൻ വേണ്ടി മുന്നിൽ നിന്നിട്ടുള്ളത്. ഇപ്പൊ ഇതിനിടയിൽ നമ്മള് ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകുന്നെന്ന് തോന്നുന്നു. ഈ ഒരു നാടിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നേതാവ് വിദേശത്ത് പോയി ചികിത്സ നേടുക എന്ന് പറയുന്നത് തെറ്റല്ല. അതെന്റെ ഒരു അഭിപ്രായമാണ്, തെറ്റല്ല. പക്ഷേ അത് നിരന്തരം ഒരു ചികിത്സയ്ക്ക് പോകുന്നത് ജനങ്ങളുടെ പൈസ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ ജനങ്ങൾക്ക് എവിടെ നിന്ന് ചികിത്സ കൊടുക്കുന്നു എന്നുള്ളതും കൂടെ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അത് നിങ്ങൾ ഓൾറെഡി ചർച്ച ചെയ്തിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തിൽ നിന്ന് കൊടുക്കേണ്ട ചികിത്സ മുടങ്ങുന്ന സമയത്ത് അറ്റ് ദ സെയിം ടൈമില് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പരിവാരങ്ങളോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സഭയിലുള്ള മറ്റ് മന്ത്രിമാർക്കും വിദേശത്ത് പോയി മറ്റു ചികിത്സയ്ക്കും അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളിൽ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്ന അതേ സമയത്ത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ജനങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഒരുക്കാതിരിക്കുന്നിടത്താണ് ചർച്ചകൾ ആരംഭിക്കുന്നത്. അല്ലാതെ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ നിൽക്കട്ടെ, ആ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് പിന്നെ സംസാരിക്കാം. അത് അടുത്തൊരു ചർച്ചയിലേക്ക് വരാം. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ പിന്നീട് പോയിട്ടുണ്ടോ?
ഉമ്മ പണ്ടത്തെ ഗവൺമെന്റ് ഓഫീസിൽ പോയിട്ടുണ്ടോ? പണ്ട് എങ്ങനെയായിരുന്നെന്നറിയോ? ആകെ എന്തിന് പോയി കഴിഞ്ഞാലും ഒരു ചക്കവെള്ളം ഉള്ളത്. ചോദ്യമാണ് ജോസഫേട്ടനോട് ചോദിച്ചത്. 2014 വരെയും ഈ ഗവൺമെന്റ് ആശുപത്രി ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു. പണ്ട് കാലങ്ങളിൽ ഒരു 1970-കളിൽ ഉണ്ടായിരുന്ന അതിനുശേഷം പിന്നെ ജോസഫേട്ടൻ പിന്നെ ഈ ഗവൺമെന്റ് ആശുപത്രികളൊന്നും കണ്ടിട്ടില്ലെന്നാണോ? എനിക്ക് തോന്നുന്നു ജോസഫേട്ടൻ 1970 അമേരിക്കയിൽ വന്നതിന് ശേഷം പിന്നെ തിരിച്ച് ഗവൺമെന്റ് ആശുപത്രി കണ്ടിട്ടില്ലെന്നാ തോന്നുന്നത്. അതിന്റെ കുഴപ്പമാണ്. ഈ സർക്കാർ പദ്ധതികളുടെ പേര് മാറ്റിയിട്ടിട്ട് ഒരു പരിപാടി നടത്തിയെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു അവര് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കമ്മീഷൻ അടിക്കാനായിട്ടുള്ള കുറെ സഹകരണ സംഘങ്ങൾ വിചാരിച്ചിട്ട് ഇവരുടെ പാർട്ടിക്കാർക്കും പാർട്ടി അണികൾക്കും കുറച്ചു പേർക്ക് കമ്മീഷൻ അടിക്കാനുള്ള സംവിധാനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ടോപ്പിക് അതല്ല. അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ കമ്മീഷൻ അടിച്ചുള്ള ചരിത്രം ഒരു അനുഭവം മാത്രമുള്ളതെന്നാണ് ഇത് പറയുന്നത്. അത് മാത്രമേ പറയാൻ പറ്റത്തില്ല. കാരണം കമ്മീഷൻ അടിച്ചുള്ള ചരിത്രം അതുകൊണ്ടാണല്ലോ ആഴ്ചയിലല്ല 2 ദിവസം കൂടുമ്പോ ഹൈക്കമാൻഡ് വന്നുകൊണ്ടിരുന്നത് കേരളത്തിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. കേരളത്തിലെ ഹൈക്കമാൻഡ് വരാനൊരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് അങ്ങ് അച്ഛൻ വരെ ഹൈക്കമാൻഡും അതും ഇതൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ ഹൈക്കമാൻഡും എല്ലാം ഇതിനകത്ത് തന്നെ ഇട്ടാവട്ടം തന്നെ കിടക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് ലോ കമാൻഡും എല്ലാം ഈ മുറിയിൽ പ്രത്യേകിച്ച് ആവശ്യമില്ല. അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഒരു പക്ഷം കൂടി ഇരുന്ന് തീരുമാനം എടുക്കത്തുള്ളായിരുന്നു. അല്ലാതെ വഹിച്ചോണ്ട് പോകത്തില്ല. ഞാൻ അതല്ല പറയാൻ വന്നത്. ഞാൻ മുമ്പ് ഒരു ശകലങ്ങളുടെ കാര്യം എത്ര സ്കൂളുകളായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട യാതൊരു കാര്യമില്ല. കേരളത്തിലെ ഉണ്ടാകുന്ന ഒരു വികസനവും ഒരു ഇതും അല്ലാതെ ഈ കിബിന്ന് കുറെ ഫണ്ട് എടുത്തിട്ടുണ്ട്. ഇത് കടം മേടിക്കാൻ പറ്റില്ല. കടം മേടിച്ച് മാളിക പണിയുന്ന പോലുള്ള പണിയേ ചെയ്തിട്ടുള്ളൂ. കേരളത്തിന്റെ ഈ വിദ്യാഭ്യാസ രംഗവും ആരോഗ്യ രംഗത്തിനും മുന്നിൽ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ പ്രൈവറ്റ് സ്കൂളുകളും പ്രൈവറ്റ് കോളേജുകളും അതിനെയൊക്കെ എത്രമാത്രമാണ് ഈ പാർട്ടി നശിപ്പിക്കാൻ ശ്രമിച്ചേക്കണമെന്ന് ഒറ്റ കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഇത് അമേരിക്കൻ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ കൂടി, അതായത് എന്റെ ഒക്കെ ഒരു കാലഘട്ടത്തില് അന്നത്തെ കാലഘട്ടത്തില് 300 കോടി രൂപയായിരുന്നു ഒരു നഴ്സിംഗ് സ്കൂളിലാണെങ്കിൽ ഒരു 40,000 രൂപ, ഒരു എഞ്ചിനീയറിംഗ് സീറ്റിന് 1.5 ലക്ഷം തൊട്ട് 3 ലക്ഷം 4 ലക്ഷം രൂപ വരെ, മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ 30 ലക്ഷം 40 ലക്ഷം. ബാംഗ്ലൂർ ഇന്ത്യയിലുള്ള മൊത്തം നേഴ്സിംഗ് സ്കൂളുകളുടെ 40% കർണാടക എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലാണ്. ഈ സാഹചര്യത്തിലാണ് കർണാടകയിലെ ചുമ്മാ പാട്ട സ്കൂളുകളിൽ നേഴ്സിംഗ് സ്കൂളുകളും മെഡിക്കൽ കോളേജുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് സ്കൂളുകൾ വെറും പാരൽ കോളേജ് പോലും അതിനേക്കാളും ക്വാളിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ചെറിയ ക്ലിനിക്കിന് അതിനേക്കാളും സംവിധാനം ഉണ്ടായിരുന്നു. അതിനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സാധനം 300 കോടി രൂപയാണ് ഒരു വർഷം ഡൊണേഷൻ ആയിട്ട് നമ്മുടെ മലയാളികള് തമിഴ്നാട്, ആന്ധ്ര, കർണാടക സ്റ്റേറ്റുകളിൽ കൊണ്ടുപോയി എടുത്തത്. നമ്മുടെയൊക്കെ കാലത്ത് എഞ്ചിനീയറിംഗിന് ഒരു സീറ്റ് കിട്ടാനില്ലായിരുന്നു. ഇവർ കാണിച്ച ഈ സമരം കൊണ്ട് എത്ര പാവങ്ങളുടെ എത്ര ജനങ്ങളുടെ ഈ പഠിക്കാനുള്ള അവസരങ്ങൾ നശിപ്പിച്ച ഒരു പാർട്ടിയാണെന്നറിയാവോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിന്റെ വികസനത്തിന് ഇത്രയും ടോർപ്പിട വെച്ച ഈ കട്ടെടുത്ത കളവയും ലോൺ എടുത്ത് അവിടുന്ന് സംഭാവന മേടിച്ച് അതിന്റെ കമ്മീഷൻ അടിക്കാന്നല്ലാതെ ഒരു കാര്യത്തിലും ഇത് കേരളത്തിന്റെ വികസനത്തിന്റെ അത് ഈ പാർട്ടിക്ക് ഒരു അവകാശവും ഇല്ല. അത് പറയാനുള്ളതല്ല. അതിലെന്തെങ്കിലും ചെയ്യാനുണ്ടായി. ഒരു കാര്യം ചോദിച്ചോട്ടെ ജിൻസെ, കേരളത്തില് 57 വന്നു 2 വർഷം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് കൊല്ലാൻ മിന്നമാര് വന്നുപോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ നശിപ്പിച്ചെന്ന് വെച്ചു. പക്ഷെങ്കില് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം തുടർച്ചയായിട്ട് 89 വരെ സോഷ്യലിസ്റ്റ് പാർട്ടികളായ ലാലു പ്രസാദും മുലായം സിംഗ് യാദവൊക്കെ വരുന്നതിന് മുമ്പിൽ UP ബീഹാറും ഒക്കെ സ്ഥിരമായിട്ട് വരുത്തിവരുന്ന കോൺഗ്രസ് അല്ലേ? എന്തുകൊണ്ട് അവിടെ വികസിക്കില്ല? എന്തുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ അല്ലല്ല 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്നത്തെ കേരളത്തിന്റെ ഒരു സ്റ്റാറ്റിക്സും അന്ന് നോർത്ത് ഇന്ത്യ പട്ടിണി കിടക്കാൻ പോയിട്ട് ഒരു സാധനം ഇല്ലാത്തിരുന്ന രാജ്യമാണ് ഈ രാജ്യത്ത് ഇതുപോലെ ലോകത്തിലെ 3ാമത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഈ രാജ്യം വളർന്നു വന്നത്. നിങ്ങൾ അതുകൊണ്ട് നോർത്ത് ഇന്ത്യ വെച്ചിട്ട് നിങ്ങൾ പോളണ്ടും ചെക്കോസ്ലോവാക്യയൊക്കെ പറഞ്ഞു. നിങ്ങൾ അതുകൊണ്ട് കേരളത്തിന്റെ വികസനത്തിന്റെ അകത്ത് ഈ പാർട്ടിക്ക് ഒരു റോളും ഇല്ല. കട്ടെടുത്ത് ഇങ്ങനെ ഈ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ അച്യുതാനന്ദൻ കുറ്റം പറഞ്ഞിട്ട് എവിടെ പോയി ഇംഗ്ലണ്ടിൽ പോയി ഹൃദയ ശസ്ത്രക്രിയ നടത്താനായിട്ട്. എന്നാൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടേ നിങ്ങൾ എന്ത് പണിതു എന്നാ പറയണത്? നിങ്ങൾ സ്കൂള് പണിതു, ആരോഗ്യം പറഞ്ഞു. ഈ പൊതുജന ആരോഗ്യത്തിന്റെ പേരിലല്ല കേരള ആരോഗ്യ രംഗത്ത് ഇങ്ങനെ 70% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ബെനിഫിറ്റിലാണ് ഈ കേരളത്തിലെ ആരോഗ്യ നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. അല്ല, എന്റെ അഭിപ്രായത്തിലേ പോളണ്ടും ചെക്കോസ്ലോവാക്യൊന്നും അല്ല, ഞാൻ പിച്ച വെച്ച മണ്ണിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്.
നിങ്ങളെല്ലാം പറയും ഈ ഉടനെ ബംഗാളിന്റെ കാര്യം. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ദിവസക്കൂലി കിട്ടുന്ന ഒരു സംസ്ഥാനം കേരളമായതുകൊണ്ട് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾ സുവർണ സുന്ദര ഭൂമിയായ ഗുജറാത്തിൽ നിന്ന് വരെ മുഴുവൻ ജോലിക്ക് വരുന്നത് കേരളത്തിലോട്ടാണ്. ബംഗാളിൽ നിന്ന് മാത്രമല്ല, ബംഗാൾ, ബീഹാർ, UP എല്ലാ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഇതിനകത്ത് ബംഗാളിന്റെ കാര്യം പറയുമ്പോൾ 1972 നമ്മുടെ മുക്തിവാഹിനി അയച്ച് ബംഗാളിനെ മോചിപ്പിച്ച സമയത്ത് ബംഗാളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇന്ത്യയിലേക്ക് പ്രവേശിപ്പിച്ചു. അന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു, അന്ന് സ്റ്റാമ്പ് വിൽക്കാൻ ഞാനും നടന്നിട്ടുണ്ട് ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടി. ഇന്ദിരാഗാന്ധി പറഞ്ഞത് നമ്മുടെ ഭാഗ്യമാണ് അവരെ എല്ലാം സംരക്ഷിക്കണമെന്ന്. ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ വന്നു. അവരെ കൂടെ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ ആ ബംഗാളിന്റെ സ്ഥിതിയെ മാറി. അതിനു മുമ്പ് ബംഗാൾ അങ്ങനെ ആയിരുന്നു. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനികൾ ഉണ്ടായിരുന്ന, നമ്മുടെ ഏറ്റവും നല്ല എഴുത്തുകാരുണ്ടായിരുന്ന, ഏറ്റവും നല്ല നാടകം എഴുതിയിരുന്ന, നാടകക്കാരുണ്ടായിരുന്ന, അതുപോലെ എല്ലാത്തിനും മുന്നേ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു അത്. ഇതിനകത്ത് ഒരു പരിചയം അവരെത്ര നാളെ ഇനി അവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ച എത്ര നാളെ തുടർച്ചയായിട്ട് ഭരിച്ചെന്നുള്ള ശരിയാണ്. ക്യാപ്സ്യൂള് കറക്റ്റ് ആയിട്ട് കിട്ടാത്തതിന്റെ ഒരു ചെറിയ വിഷയമുണ്ട്. കാരണം ആ ക്യാപ്സ്യൂൾ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് ഇന്നത്തെ ഈ പരീക്ഷ ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം, ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ ചികിത്സ അതിന് ഒരു അപലഷണീയമാണോ എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞ് എല്ലാവരും അതൊന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു കമ്പനിയിലേക്ക് നമ്മൾ പുതിയതായിട്ട് ഒരു പൊസിഷൻ നമ്മൾ എടുത്തിട്ട് നമ്മൾ ജോയിൻ ചെയ്തെന്ന് വെച്ചോളൂ. അപ്പൊ നമുക്ക് നേരത്തെ ഇരുന്ന നമ്മളുടെ പൊസിഷനിൽ ഇരുന്ന ആ ഒരു ലീഡറോ അല്ലെങ്കിൽ ഒരു മാനേജറോ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കാറില്ല. അദ്ദേഹത്തിന്റെ പോസ്റ്റിലേക്ക് നമ്മൾ കയറുമ്പോഴത്തേനും ഇനി അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. കാരണം നമ്മുടെ അടുത്ത ടീമിനെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം, നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കണം എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ടീമിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതാണ് നമ്മൾ പ്രൊഫഷണലിസമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. ആ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ടീമിൽ എന്തെങ്കിലും സംഭവിച്ചാലും, എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പിഴ സംഭവിച്ചാലും, എന്റെ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ അക്കൗണ്ടബിലിറ്റി എനിക്കാണ്. അവിടെയാണ് ഇപ്പൊ പിഴ സംഭവിച്ചിരിക്കുന്നത്. കാരണം എന്റെ ഡിപ്പാർട്ട്മെന്റിലും ഞാൻ ഏറ്റെടുത്ത പദവിയുടെ കീഴിലും എനിക്കൊരു പിഴ സംഭവിച്ചപ്പോഴത്തേനും അതിന്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഇത് ആദ്യത്തെ കാര്യമല്ല, ഇത് ഒന്നാമത്തെ കാര്യമല്ല. ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല, നമുക്ക് എണ്ണി പറയാൻ ഒത്തിരി ഉണ്ട്. സോ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന സാധനം ഈ ഗവൺമെന്റിന് ഇല്ല. അതാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ കുറിച്ചാണ്. അന്നത്തെ ദിവസം ഈ സംഭവം ഉണ്ടായ സമയത്ത് ഇപ്പൊ ജിൻസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ DMK-യുടെ നേതാവായ സ്റ്റാലിൻ അവിടെ പോയില്ലെങ്കിലും ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള ഉദയനിധി മാരനെയോ അല്ലെങ്കിൽ അവരുടെ ആ ടീമിനുള്ള ആരെങ്കിലും ഒരാൾ അവിടെ സന്ദർശനത്തിന് അയക്കും. ഇപ്പൊ പിന്നെ ജോസഫേട്ടൻ പറയും അത് അവരുടെ ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന്. ആയിക്കോട്ടെ, ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് തന്നെ വെച്ചോളൂ. നിങ്ങൾക്ക് ആ ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പോയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതറിഞ്ഞു പോയിരുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞു. അത് എപ്പോഴാണ് അറിഞ്ഞത്? പത്രത്തെ കാര്യങ്ങൾ ജനങ്ങൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴാ പോയത്. അതുവരെയും സംസാരിച്ചു തുടങ്ങിയപ്പോഴല്ലോ ഈ സംഭവം നടന്നതിന്റെ 4 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം അവിടെ എത്തിയിട്ടാ പോരുന്നത്. അത് മനസ്സിലാക്കുക. മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ ചികിത്സ അത് അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അത് ശരിയായ ഒരു നടപടിയാണോ? അല്ല, നമ്മളിപ്പോ മുഖ്യമന്ത്രിയുടെ ചികിത്സ എന്ന് പറയുമ്പോ ഇപ്പൊ നാടിന് ഒരു ആരോഗ്യവനായ ഒരു മുഖ്യമന്ത്രി നാടിന് ആവശ്യമാണ്. എങ്കിലും നമ്മുടെ ജനങ്ങളും ആരോഗ്യത്തോടെ ഇരിക്കാനായിട്ട് അദ്ദേഹത്തിന് ഭരിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചിട്ട് നാടിന്റെ ജനങ്ങളുടെ കാശെല്ലാം കൂടെ എടുത്ത് നാട് ഒന്നാമത് തന്നെ കടത്തിലും കഷ്ടത്തിലും ദാരിദ്ര്യ അവസ്ഥയിലുമാണ്. നമ്മളിപ്പോ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് ഇപ്പൊ എല്ലാം തന്നെയും കർക്കിടക മാസമാണ്, പഞ്ഞ മാസമാണ്, ആൾക്കാർക്കൊക്കെ കഷ്ടത്തിന്റെ മാസമാണ്. ഇതൊന്നും കാര്യമാക്കാതെ ഈ സമയത്ത് തന്നെ ഈ കാശ് എടുത്തുകൊണ്ട് അദ്ദേഹം ഇവിടേക്ക് പിന്നെ എന്താ പറയാ സുഖചികിത്സയ്ക്കല്ല വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യകരമായ പ്രശ്നങ്ങളെ ചികിത്സയ്ക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്.
ഈ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരിക്കലും ഞാൻ ഒരിക്കലും അത് എതിര് പറയത്തില്ല, അദ്ദേഹം ചികിത്സയ്ക്ക് വന്നിരിക്കുന്നതിനോട് എതിര് പറയത്തില്ല. അറ്റ് ദ സെയിം ടൈം ജനങ്ങളുടെ കൂടെ ഒരു കണ്ണുണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ജനങ്ങൾക്ക് വേണ്ടിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ജനങ്ങൾക്ക് എല്ലാം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും പരീക്ഷ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, നമ്മളെപ്പോഴും നമ്മുടെ നാട്ടിലെ കാര്യം, നമ്മുടെ അപ്പനപ്പൂപ്പന്മാര് വെച്ച് പിടിപ്പിച്ച കൊന്നത്തെങ്ങന്ന് തേങ്ങ വെട്ടി ഇളനീര് കുടിക്കുന്ന ആൾക്കാരാണ് നമ്മള്. അത് ഇന്നലെ അവർ വെച്ചില്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് കൊണ്ട് വെച്ച് കോമാട്ട തെങ്ങ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിലനീര് കുടിക്കാവുന്ന ഒരു വിശ്വാസമില്ല. ഇന്നലത്തെ ആൾക്കാർ പ്രവർത്തിച്ചത് കൊണ്ടാണ്, ഇന്നലത്തെ വിദ്യാഭ്യാസം ശരിയായത് കൊണ്ടാണ് സത്യം പറഞ്ഞ ഈ അമേരിക്കയെ വന്ന് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അതുപോലെ മുഖ്യമന്ത്രിയുടെ ചികിത്സയെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു പ്രത്യേക ട്രീറ്റ്മെന്റിന് വേണ്ടി വന്ന അതിന് തീർച്ചയായിട്ടും അനുവദിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ വരുമെന്ന് തോന്നില്ല. അതിപ്പം ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ള മാത്രമല്ല, കേരളത്തിലെ ഏത് മന്ത്രിമാരാണേലും കേരളത്തിലെ ഭരിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള 3.5 കോടി ജനങ്ങൾ ഭരിക്കാൻ വേണ്ടി ജനങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഏത് മന്ത്രിസഭയിലെ മന്ത്രിയാണേലും മുഖ്യമന്ത്രിയാണേലും ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ വരണം. നേരത്തെ വന്നിട്ടുണ്ടല്ലോ, ആ സമയത്തൊന്നും ഇല്ലാത്ത ഒരു ബഹളം ഇപ്പൊ എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വരണം, അവരെ കൊണ്ടുപോകണം, നല്ല ട്രീറ്റ്മെന്റ് എടുത്ത് കിട്ടുന്നിടത്ത് കൊണ്ടുപോകണം. അവരുടെ ആരോഗ്യം വീണ്ടെടുത്ത് തന്നെ അവർ നമ്മളെ കേരളത്തെ ഭരിക്കാൻ വേണ്ടി വരികയും വേണം. അതാണ് എന്റെ അഭിപ്രായം. ജേക്കബ് എന്ത് പറയുന്നു? ഫൈനൽ. എനിക്ക് മുഖ്യമന്ത്രി ഇങ്ങോട്ട് വന്നതിന് യാതൊരു വിധമായിട്ടുള്ള എതിർപ്പൊന്നുമില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് നല്ല ആരോഗ്യമാണ്. പക്ഷെ അതല്ല ഇവിടെ പ്രശ്നം. അതല്ല, നമ്മൾ ഭരണതലത്തിൽ നമ്മുടെ ശബ്ദം ഉയർത്തുമ്പോൾ നമുക്കൊരു മുഖവും അല്ല പ്രതിപക്ഷത്തിരിക്കും മറ്റൊരു മുഖവുമായിട്ട് ജനങ്ങളെ ഈ കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ ഇരട്ട മുഖ ശൈലി ഉണ്ടല്ലോ, അവിടെയാണ് നമുക്ക് എതിർപ്പ്. അല്ലാതെ നമുക്ക് ഇതിനോട് യാതൊരു ഇതുമില്ല. പിന്നെ ഇത് മുഖ്യമന്ത്രിയുടെ നമ്മുടെ ഈ ഒരു വിഷയമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ജോസഫ് ചാൻ സ്കൂളുകളുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതിനോട് ബന്ധമില്ലെങ്കിലും എന്നോട് ക്ഷമിക്കുക. ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ എത്ര വിദ്യാലയങ്ങളിൽ കുട്ടികൾ പാമ്പ് കടി ഏറ്റ് മരിച്ചു എന്നറിയോ? ഇതാണ് നമ്മുടെ സ്കൂളുകളുടെ അവസ്ഥ. അപ്പോൾ പിന്നെ ഈ കോളേജുകൾ, സ്വയാശ്ര കോളേജിനെതിരെ അല്ലെങ്കിൽ ഈ നമ്മുടെ കണ്ണൂരൊക്കെ വെടിയിപ്പ് നടന്ന അല്ലെങ്കിൽ MP രാഘവന്റെ സ്ഥലത്ത് എന്തിനായിരുന്നു അത്? ആ സമയത്തോടെ ഏത് സഖാവിന്റെ മക്കളാണ് നിന്ന് പ്രൈവറ്റ് കോളേജിലും സ്വയാശ്ര കോളേജിലും പഠിക്കാതിരുന്നിട്ടുള്ളത്? എല്ലാവരും ഇതാണ്. ഇന്ന് കേരളത്തിലെ ഹൈടെക് സ്കൂളിന്റെ അത്രയും വേറെ എങ്ങുമില്ല. ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്തരുത്. എവിടെയോ ഞാനൊരു കാര്യം പറയട്ടെ. കേരളത്തിലെ ജനസാന്ദ്രത വ്യത്യസ്തമാണ്. കേരളത്തിലെ ആ ഗ്രാമസ്ഥലങ്ങളിൽ പോകുന്ന ആ ഒരു ഡെവലപ്മെന്റ് മാത്രമേ ഉള്ളൂ. ഇന്ത്യക്ക് വെളിയിലുള്ള ബീഹാറിലെ UP-യിലെ പോകുന്ന ശരാശരി ഒരു ജില്ലയുടെ അവസ്ഥ. കേരളത്തിന്റെ ജനങ്ങൾ പ്രബുദ്ധരാണ്, അവിടെ ഡെൻസിറ്റി കൂടുതലാണ്. പക്ഷെ അവസരം വരുമ്പോൾ നമ്മൾ അമേരിക്കയിലെ റോഡുകളോട് നമ്മുടെ കേരളത്തിലെ റോഡുകൾ ചെയ്യും. ബീഹാറിലെയും UP-യിലെയും ഉള്ള ആരോഗ്യ രംഗത്തെ വെച്ച് കേരളത്തിലിരിക്കുന്ന അതൊരു ഇരട്ടത്താപ്പാണ്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇരട്ടത്താപ്പ് മാറ്റിയിട്ട് യഥാർത്ഥമായിട്ട് ജനങ്ങളോട് സത്യം തുറന്ന് പറയുക. ഈ മുമ്പേ ചോദിച്ചത് ഈ 89 വരെ VP സിംഗിന്റെ മിനിസ്ട്രി വരുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള VP സിംഗിന്റെ അങ്ങോട്ടേക്ക് പോകാനുള്ള സമയമില്ല. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഈ അമേരിക്കൻ ചികിത്സ അത് ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ അനുസരിച്ച് അതൊട്ടും അപലഷണീയമല്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പിന്നെ ജോസ്പേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വിജയശീലരായിട്ടുള്ള ആൾക്കാര് പല കാര്യങ്ങളും ചെയ്തത് കൊണ്ടാണ് കേരളത്തിൽ ഇന്ന് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ കാര്യത്തിൽ ഞാൻ അത് എഗ്രി ചെയ്യുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു കാരണവശാലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കും അതിനകത്തൊരു പങ്കില്ല, കമ്മ്യൂണിസത്തിന് പങ്കില്ല. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്നെ ലോകത്ത് എല്ലായിടത്തും ഉള്ള ഇപ്പൊ മറ്റേ നോർത്ത് കൊറിയയുടെ കിങ് ജോങ് ഉൻ എന്നെ പോലെ ഉള്ള ആൾക്കാർ കാണിക്കുന്ന, അതായത് അങ്ങനെയുള്ള നേതൃത്വം ഉള്ള ആൾക്കാർ പാവങ്ങളെ പറ്റിച്ച് എങ്ങനെ ജീവിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ ഒരു ചെറിയ മോഡൽ എന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യമുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാരുടെ മോഷണവും അത് വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കളവാണെന്ന് മാത്രമേ ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. കാരണം ഓർഗനൈസ്ഡ് ലൂട്ടിങ്, അതാണ് പണ്ട് മൻമോഹൻ സിംഗ് പറഞ്ഞ ആ വാക്ക് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടി വളരെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് സഹകരണ സ്ഥാപനങ്ങളൊക്കെ വഴി അത് എവിടെയൊക്കെ കമ്മീഷൻ കിട്ടും അതിൻ്റെ അകത്തൊക്കെ ഇവർക്ക് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ഈ അമേരിക്കൻ യാത്ര
ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ഈ ജനങ്ങളെ പറ്റിച്ച് കേരളത്തിലെ ജനങ്ങൾ അതുപോലെ കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് ഇതുപോലെ രോഗാതുരമായ ഒരു ആതുര സേവന രംഗം കേരളത്തിലുള്ളപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും കിട്ടുന്ന ചികിത്സകൾക്ക് വേണ്ടി ഈ മുഖ്യമന്ത്രി പോകണമായിരുന്നു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അമേരിക്കയെ കുറ്റം പറയാതെങ്കിലും ഇരിക്കണമായിരുന്നു. താങ്ക് യു.